അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ കുറെ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 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 ഗുണ്ട സെറ്റപ്പ് റോൾ തന്നെയാണ് ഇതിലും ചേട്ടാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊരു എന്നെ എല്ലാരും, ഞാനിപ്പോ കഴിഞ്ഞ 2-3 ഇന്റർവ്യൂകളിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞു, എന്നെ എല്ലാവരും അങ്ങനെയാണ് കണ്ടത്. എനിക്ക് എന്തിനു ചെയ്യാൻ പറ്റേട്ടാ. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പൊ മറഡോണ അത്രയധികം ആൾക്കാർ കണ്ടോണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേമാതിരി സ്വാതന്ത്ര്യം അതുപോലെ തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാർ അങ്കമാലിയുടെ അതാണ് മനസ്സിൽ കിടക്കുന്നത്. അതിങ്ങനെ കിടക്കണം എല്ലാവരുടെ ഉള്ളിൽ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതേപോലത്തെ നല്ല വേഷം. അതെ, ഇപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ ഒരാൾ പാസ് ചെയ്ത് പോകുമ്പോഴും പറഞ്ഞത് അങ്കമാലിയിലെ യു ക്ലബ് നിൽക്കണു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. പേര് പലർക്കും അറിയില്ല എപ്പോഴും. ഇല്ല, പക്ഷെ അത് നമുക്കൊരു ഐഡന്റിറ്റിയാണ്. അത് വലിയൊരു ഐഡന്റിറ്റിയാണ്. കാരണം മനുഷ്യനായിട്ടാ പോയെ. ഇപ്പൊ നമ്മളിപ്പോ എത്ര വിജയത്തിലേക്ക് ഇനിയിപ്പോ എന്തൊക്കെ നമുക്ക് കഥാപാത്രങ്ങളും ഞാൻ ഇനി വേറെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ പോലും ആ നല്ല കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തേടി ഇങ്ങോട്ട് വരുന്ന റോളുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഗുണ്ട റോള്, വില്ലൻ റോളുകളൊക്കെ എപ്പോഴെങ്കിലും അങ്ങോട്ട് നമുക്ക് താല്പര്യമുള്ള റോളുകൾ തേടി സംവിധായകരൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അപ്രോച്ച് ചെയ്യാറുണ്ട്. അതായത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. അതായത് എന്റെ സൗഹൃദത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചിട്ട് കിട്ടിയത് ഏതാണ് ഒരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ? അങ്ങനെ ജീവിതത്തില് ഞാൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കും. അതായത് എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വരുന്നത്, അത് പടം തുടങ്ങുന്ന സമയത്തൊന്നും നമ്മൾ അത്ര അല്ലെ നിഷാദിന്റെ കാര്യമില്ല, ബാക്കി എല്ലാ സംവിധായകരും. ഇപ്പൊ നസീമിന്റെ കൂടെ ഞാൻ 144 ചെയ്തിരുന്നു, അനീഷ് അലിയുടെ കൂടെ ഞാൻ ഗോഡ്സ് ട്രാവൽ ചെയ്തിരുന്നു. ഈ 2 പേരുടെ അടുത്ത് പടം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് എനിക്ക് നിഷാദ് തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അംശം പോലും എനിക്ക് അന്ന് അവരുടെ അടുത്ത് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വർക്കുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തത്, കണ്ടുമുട്ടിയതും കൂട്ടി സംസാരിക്കും. പക്ഷേ ഇന്ന് അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഭയങ്കര സൗഹൃദത്തിലായി. നമുക്ക് ധൈര്യമായി, എടാ മച്ചാനെ നീ അടുത്ത പടം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചോളൂ കേട്ടോ.